ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ സമയം വൈകിട്ട് നിങ്ങളുമായിട്ട് ഇങ്ങനെ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുവാനായിട്ട് കർത്താവ് തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മിഷൻ ചലഞ്ച് കൂട്ടായ്മയിലേക്ക് വിശേഷാൽ എനിക്ക് സ്വാഗതം വരില്ല. എനിക്ക് ക്ഷണം തന്ന എൻ്റെ വാത്സല്യ സഹോദരൻ പാസ്റ്റർ സാമിൻ അവരോട്, അതുപോലെ സഭയിൽ എല്ലാ പ്രിയപ്പെട്ടവരോട് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ദൈവം തുടർന്ന് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ഓരോ സെഷനിലും നാം കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ജീവിതത്തില്, ആത്മീക ജീവിതത്തിലെ പ്രചോദനത്തിനും, അതുപോലെ നമ്മുടെ ശുശ്രൂഷ മേഖലകളിലും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും കാരണമാകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ അതിന്റെ നടുവിലും കർത്താവ് നമ്മെ നിലനിർത്തുന്ന തന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിൻ്റെതായ വെല്ലുവിളികളും, എന്നാൽ ആ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ആയിരിക്കുന്നവരെ കർത്താവ് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യമായ അഭിഷേകവും ദൈവശക്തിയും ദൈവിക ജ്ഞാനവും കൊടുത്ത് കർത്താവ് നിലനിർത്തുകയാണ്. ഓരോ തലമുറകളിലും വ്യത്യസ്തമായ വെല്ലുവിളികളാണ്. കാലത്തിന്റെ വെല്ലുവിളികൾ എന്തോ ആ വെല്ലുവിളികളുടെ മുകളിൽ നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കുന്നതാണ് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വചനവും. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ, ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറയിലും ജീവിച്ച ദൈവഭക്തന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മിഷൻ ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാം ആയിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവരായിരുന്ന കാലഘട്ടത്തിലെ വെല്ലുവിളിയും അവരിലുണ്ടായിരുന്ന ദൈവിക വിളിയും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മോശയെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഇസ്രായേൽ ജനത്തിന്റെ അടിമത്തമായിരുന്നു. ഇസ്രായേലിൽ ജനത്തെ വിടിവിപ്പാനായിരുന്നു ദൈവം മോശയെ തെരഞ്ഞെടുത്തത്. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മോശയുമേലുള്ള ദൈവിക നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ജനക്കൂട്ടത്തെ വിടിവിക്കുവാനും അവരെ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു പ്രയാണത്തിനായിട്ട് അവരെ ഒരുക്കുക എന്നുള്ളതായിരുന്നു. ആ കാലഘട്ടത്തിന് വെല്ലുവിളി അതായിരുന്നു. പിന്നീട് നമ്മൾ യോശുവയുടെ കാലഘട്ടം വരുമ്പോൾ വെല്ലുവിളി മാറുകയാണ്. അതിനുശേഷം നമ്മൾ ശമൂവേലിന്റെ കാലഘട്ടം വരുമ്പോൾ വീണ്ടും വെല്ലുവിളി മാറുകയാണ്. അതുപോലെ നമ്മുടെ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോഴും ആ കാലഘട്ടത്തിലും ഓരോരുത്തരുടെ ജീവിതത്തിലും വെല്ലുവിളി വേറെ തലത്തിലാണ് കാണുന്നത്. പിന്നീട് നമ്മൾ രാജാക്കന്മാരുടെ കാലഘട്ടം കാണും, ശൗലിന്റെ കാലഘട്ടം കാണും, ദാവീദിന്റെ കാലഘട്ടം കാണും. ഇങ്ങനെ ഓരോ നിലയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരിലുണ്ടായിരുന്ന ദൈവിക നിയോഗം, അതായത് the purpose of God that was given to them or that was entrusted upon them and the contemporary challenges that they were in, അവരായിരുന്ന ഉൾപ്പെട്ടിരുന്ന കാലഘട്ടത്തിലെ തലമുറയിലെ വെല്ലുവിളിയും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ആ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവരെ പ്രാപ്തരാക്കിയാണ്. ദാവീദിന്റെ കാലഘട്ടത്തിലായിരുന്ന വെല്ലുവിളി എന്തോ അതിന്മേൽ നിൽക്കുവാനായിരുന്നു ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത്. അങ്ങനെ നമ്മൾ ഇത് സുവിശേഷ ഭാഗത്തേക്ക് കടന്നു, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോഴും അത് തന്നെയാണ് കാണുന്നത്. പിന്നീട് നമ്മൾ സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അപ്പോസ്തലിക കാലഘട്ടം വരുമ്പോഴും ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ വെല്ലുവിളികളാണ്. ഇങ്ങനെ ഇന്ന് നമ്മളായിരിക്കുന്ന കാലഘട്ടം, നമ്മളെപ്പോഴും സാധാരണ പരമ്പരാഗതമായിട്ട് നമ്മൾ പറയാറുള്ള ഒരു ചൊല്ലിങ്ങനെയുണ്ട്, പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു, നല്ല കാര്യമാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വെല്ലുവിളിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് നമ്മളായിരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് പിതാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ആ നിയോഗമല്ല ഇന്ന് നമുക്ക് ആവശ്യം. എന്ന് പറഞ്ഞാൽ ദൈവിക നിയോഗത്തിൽ എല്ലാ സമാനതകളുണ്ട്, പക്ഷെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് അതത് കാലഘട്ടത്തിന്റെ വെല്ലുവിളിയെ കൈകാര്യം ചെയ്യണം. ഞാനിത് പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ പ്രാരംഭത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർപ്പിപ്പിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. സോ യു cannot enforce, you cannot implement the previous generation's God's plan in this generation, because you are currently put up in a place, in a generation where the challenges are completely strange and completely unique. നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിലെ വെല്ലുവിളി എന്നുള്ളത് മറ്റൊന്നാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഒരു പ്രത്യേക നിയോഗത്തിൽ ഈ കാലഘട്ടത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിലെ വെല്ലുവിളി എന്തോ അത് ഭയമാണെങ്കിൽ ഭയത്തിന്റെ തടവറയിൽ നിന്നും അനേകരെ വിടിവിപ്പാനാണ് കർത്താവ് നമ്മെ നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്നത്. അത് അഡിക്ഷൻ ആണോ,
അതിൽ നിന്നും അനേകരെ വിടുവിക്കാനാണ് കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മയക്കുമരുന്നാണെങ്കിൽ അതിൽ നിന്നും, അതിന്റെ തടവറയിൽ നിന്നും അനേകരെ വിടിവിപ്പാനാണ് ദൈവം നമ്മെ നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള വിടുതലിന്റെ, ജനത്തിന്റെ, എല്ലാ തലമുറയിലുമുള്ള ജനത്തിന്റെ വിടുതലിന്റെ പരിഹാരമായിട്ടാണ് യേശു കർത്താവ് ലോകത്തിൽ വെളിപ്പെട്ടത്. അതിന്റെ ഭാഗങ്ങളാണ് നമ്മൾ എല്ലാവരും. പ്രൈസ് ഗോഡ്. ആ തിരിച്ചറിവിലാണ് നമ്മൾ ദൈവിക ശുശ്രൂഷയെ നമ്മൾ എപ്പോഴും കാണേണ്ടത്. വേദപുസ്തകം പഠിക്കുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ നമ്മൾ ആ ദൈവിക ദർശനം കാണുന്നുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തലമുറ നമ്മൾ അതിനെ രക്തചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഹബക്കുക്കിന്റെ പുസ്തകം, വെരി ഗുഡ്, ദി ബുക്ക് ഓഫ് ഹബക്കുക്ക് ചാപ്റ്റർ 3, ദ ലാസ്റ്റ് 3 verses ഓഫ് ചാപ്റ്റർ 3, അവസാനത്തെ 3 അധ്യായം വായിക്കുമ്പോൾ, ഈവൻ ഇഫ് ദ ഫിഗ് ട്രീസ് ഡു നോട്ട് ബ്ലോസം, ഈവൻ ഇഫ് ദർ ആർ നോ ഗ്രേപ്സ് ഓൺ ദ വൈൻ, ഈവൻ ഇഫ് ദ ഹാർഡ് ലേബറിംഗ് ഓഫ് ദി ഒലിവ് ട്രീ ബിക്കം എ ഫെയിലിയർ, ഈവൻ ദോ ദർ ആർ നോ ക്രോപ്സ് ഫ്രം ദ ഫീൽഡ്, ഈവൻ വെൻ ദ cattle house become empty, nor are there sheep in the sheepfold, yet I will rejoice in my Lord. അത്തി തളർത്തില്ലെങ്കിലും, മുന്തിരി ഫലം കായ്ച്ചില്ലെങ്കിലും, ഒലിവൃക്ഷത്തിന്റെ അധ്വാനം നിഷ്ഫലമായി പോയാലും, നിലം ആഹാരം വിളയിച്ചില്ലെങ്കിലും, ആട്ടിക്കൂട്ടത്തിൽ ആടുകളില്ലാതെ പോയാലും, ഗോശാലകൾ ശൂന്യമായി പോയാലും, ഞാൻ യഹോവയിൽ തന്നെ ആനന്ദിക്കും. അപ്പോൾ ഹബക്കുക്ക് പ്രവാചകനായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയുടെ ഒരു കാലഘട്ടമായി. പക്ഷെ താൻ പറയുകയാണ്, എങ്കിലും യെറ്റ് I will rejoice in my Lord. ഞാൻ യഹോവയിൽ തന്നെ ആനന്ദിക്കും, ബിക്കോസ് ഹി ഈസ് മൈ സ്ട്രെങ്ത്. അവനാണ് എന്റെ ബലം എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മുടെ ബലം എന്ന് പറയുമ്പോൾ, the source of our strength, he is our resources, he is our sources, and everything that are required, even in the state of being in the nothingness, ജീവിതത്തിൽ ഒന്നുമില്ലായ്മയുടെ നടുവിലും കർത്താവാണ് നമ്മുടെ ബലം. കർത്താവിൽ നിന്നാണ് സകലതും വരുന്നത്. അവിടെ പറയുന്നത്, he makes my feet like the feet of a hen and makes me rise above my challenges. അവൻ എൻ്റെ കാലുകളെ പേടമാന്റെ കാലുകൾക്ക് തുല്യമാക്കി എൻ്റെ പ്രശ്നങ്ങളാകുന്ന ഗിരികൾ, വെല്ലുവിളികൾ, പർവ്വതങ്ങൾ എന്തോ അതിന്റെ മുകളിൽ നിന്ന് നിർത്തുമാറാക്കിയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്തോ? വ്യക്തിപരമായ ജീവിതത്തിലെ വെല്ലുവിളികളുണ്ട്, കുടുംബത്തിലെ വെല്ലുവിളികളുണ്ട്, സഭയിലെ വെല്ലുവിളികളുണ്ട്, ശുശ്രൂഷയിലെ വെല്ലുവിളികളുണ്ട്, വ്യക്തിപരമായ ജീവിതത്തിൽ നേരിടുന്ന ഔദ്യോഗിക മേഖലയിലെ വെല്ലുവിളികളുണ്ട്, നമ്മെ കർത്താവാക്കി വെച്ചിരിക്കുന്ന മേഖലകൾ, അത് ബിസിനസ് ആണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും എല്ലാ മേഖലകളിലും അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്, ദേശത്തിന്റെ വെല്ലുവിളികളുണ്ട്, അതുപോലെ ഓരോ രാജ്യത്തിന്റെയും രാഷ്ട്രീയ നിരീക്ഷണത്തിലുള്ള വെല്ലുവിളികളുണ്ട്. പക്ഷെ അതിനെല്ലാം ജയിക്കുന്നതാണ് കർത്താവിന്റെ സുവിശേഷം എന്നുള്ളത്. 112 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, അത് ഞാൻ രത്നചുരുക്കമായിട്ട് 1-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ മാത്രം ക്രോഡീകരിച്ചു പറയട്ടെ. 1-ാമത്തെ വാക്യം പറയുന്നത്, ബ്ലെസ്ഡ് ഈസ് എ മാൻ ഹു ഫിയേഴ്സ് ഗോഡ് ആൻഡ് ഹു ഡിലൈറ്റ്സ് ഇൻ ഹിസ് കമാൻഡ്മെന്റ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 7-ാമത്തെ വാക്യം പറയാണ്, ഹി വിൽ നോട്ട് ബി അഫ്രൈഡ് ഓഫ് എൻ ഈവിൽ ടൈഡിങ്. അവൻ ഒരിക്കലും ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുകയില്ല. അതിന്റെ ശരിക്കുള്ള ഭാഷാന്തരം എന്ന് പറഞ്ഞാൽ, ഹി വിൽ നോട്ട് ബി അഫ്രൈഡ് ഓഫ് എ ബാഡ് റിപ്പോർട്ട്. ഒരു ചീത്ത വർത്തമാനം, ഒരു തെറ്റായ വർത്തമാനം, ഒരു തെറ്റായ ശ്രുതി, ഒരു അപകീർത്തി, ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഒരു ബാഡ് റിപ്പോർട്ട് കേട്ട് അവൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? അവന്റെ ഹൃദയം എപ്പോഴും കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ ഒരു കാലം എത്ര ദുഷ്കാലമാണെങ്കിലും അതിന്റെ നടുവിൽ പിടിച്ചു നിൽപ്പാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കുമെല്ലാം ശക്തിയും ബലം തരട്ടെ എന്ന് ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. സമയമാകുമ്പോൾ എനിക്ക് ദേവദാസൻ ഒന്ന് കൈ കാണിച്ച് 5 മിനിറ്റോടൊപ്പം ഒന്ന് കൈ ഉയർത്തി കാണിക്കണേ. ഞാൻ എന്റെ പരിമിതമായ ഒരു സാഹചര്യം, ഞാനിപ്പോ ഇന്തോനേഷ്യയിലാണ്, പരിമിതമായ ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഭാഗം തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. ഷാൽ വി ടേൺ ടു ദി ബുക്ക് ഓഫ് 2 Corinthians chapter 4. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്നും ധ്യാനിക്കാം. 2 Corinthians chapter 4, we are going to meditate from verses 6 through 9. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ ഒന്ന് വായിക്കാം. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ വേറെ ഭാഷയാണ്, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ സൗകര്യമായിരിക്കും. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിലെ വളരെ ചിന്തനീയമായ ഒരു ആലോചനയാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്നെ വളരെ ബലപ്പെടുത്തിയിട്ടുള്ള, ഒരു സമയത്തിന് ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങൾ, പാസ്റ്റർ സാമിനും തന്റെ പാരൻസിനെ, പ്രത്യേകിച്ച് ഡേവിസ് പാസ്റ്റർ ഓൺലൈനുണ്ടെന്ന് എനിക്കറിയാം. ഇവർക്കെല്ലാം ഞാൻ കടന്നുപോയ മേഖലകളൊക്കെ വളരെ അറിയാവുന്നതാണ്. തൃശ്ശൂർക്കാർക്ക് വളരെ പരിചിതനാണ് ഞാൻ.
ഞാൻ തൃശ്ശൂർക്കാരനാണ്. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കരുത്തും ബലവും തന്ന ഒരു ഭാഗമാണ് ഈ ഒരു പ്രത്യേക ഒരു വാക്യം. ഇവിടെ നമ്മൾ കാണുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് കൽപ്പിച്ച ദൈവം, അരുളി ചെയ്ത ദൈവം, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്, തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും പ്രകാശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് അവിടെ ഏഴാമത്തെ വാക്യം പറയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ ഉള്ളത്. ആ വാക്യത്തെ ഞാൻ ഒന്നും കൂടെ ഒന്ന് പുനർക്രമീകരിച്ച് പറയണം. ഐ എം ട്രൈങ് ടു പുട്ട് ദ പ്രോപ്പർ സീക്വൻസ് ഓഫ് ദാറ്റ് വേർഡ്. വേഴ്സ് 7 അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ നിക്ഷേപം എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ മാത്രമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഇത് നിക്ഷേപമായി മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിൽ അത്രേ ഉള്ളത്. അതാണ് വാക്യത്തിന് ശരിക്കുള്ള സാരാംശം എന്നുള്ളത്. പ്രൈസ് ഗോഡ്. 8-9 വാക്യങ്ങളാണ് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. 8-9 വാക്യങ്ങളിൽ 4 പ്രധാനപ്പെട്ട സംഭവങ്ങൾ പൗലോസ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവിടെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, we are hard pressed or we are strangled or strangulated, yet we are not crushed nor cramped. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. We are perplexed with difficulties, yet we are not driven to disappointment. ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. 9-ാമത്തെ വാക്യം, we are persecuted, yet we are not forsaken nor forgotten nor left out all alone. ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. 9-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ പകുതി അവിടെ പറയുന്നത്, ഞങ്ങൾ അടിയേറ്റ് വീട് കിടക്കുന്നവരെങ്കിലും, we are cast down yet we are not destroyed. ഞങ്ങൾ അടിയേറ്റ് വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. 10-ാമത്തെ വാക്യമാണ് അതിന്റെ പൂർത്തീകരണം എന്നുള്ളത്. യേശു ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനായി യേശു ക്രിസ്തുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഞങ്ങൾ വഹിക്കുകയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ആൻഡ് മാർവലസ് ഇൻസ്പയറിംഗ് പാസേജ് ഇൻ ദ ബൈബിൾ. പ്രൈസ് ഗോഡ്. ആ അധ്യായത്തിന്റെ സാരാംശം എന്നുള്ളത് 4-ാമത്തെ വാക്യത്തിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം കാണാതിരിക്കേണ്ടതിന്, ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. The master of this world has blinded the eyes of the unbelievers so that the glory of the gospel of Jesus, who is the express image of God, will not shine in their heart. Praise God. അത് കഴിഞ്ഞിട്ടാണ് 6-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നത്. 6-ാമത്തെ വാക്യത്തിലേക്ക് എവിടെ വരുമ്പോൾ പറയുന്നത്, ഇരുട്ടിൽ നിന്ന് God who commanded light to shine out of darkness has also made our heart to shine or has illuminated our hearts. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് കൽപ്പിച്ച ദൈവം. അതാണ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, God said let there be light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. പ്രൈസ് ഗോഡ്. അതേ തലത്തിൽ, അതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഞാനും നിങ്ങളും യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ആ നിമിഷം തന്നെ, ഇൻസ്റ്റന്റീനിയസ്ലി, വിത്തൗട്ട് ഡിലേ, അതായത് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ നിമിഷം തന്നെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഇരുണ്ട ഹൃദയങ്ങളെ, ഇരുണ്ട നയനങ്ങളെ, നമ്മുടെ ആത്മീകമായി അന്ധത പിടിച്ച കണ്ണുകളെ, നേത്രങ്ങളെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ, തന്റെ പുത്രന്റെ സുവിശേഷത്താൽ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചു. ആദ്യമായി നമ്മൾ യേശു കർത്താവിനെ അറിയുകയാണ്, കാണുകയാണ്. പ്രൈസ് ഗോഡ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് കൽപ്പിച്ച ദൈവം. പിന്നെ ഒരു ക്ലോസ് ആണ്, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം തിരിച്ചറിയേണ്ടതിന് ഞങ്ങൾ യേശു ക്രിസ്തു, അതായത് കർത്താവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം, അതായത് നോയിങ് ദാറ്റ് ജീസസ് ഈസ് ദി ഇറ്റേണൽ ലൈഫ്. യേശു മാത്രമാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ,
യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുവാൻ തക്കവണ്ണം തന്റെ പുത്രന്റെ സുവിശേഷത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിന് വെളിയിൽ രക്ഷയില്ല. There is no eternity outside the gospel. There is no eternity. There is no salvation outside the gospel. Probably you can have blessing outside the gospel. People may experience blessing outside. People may experience many other blessings, material benefits outside the gospel. സുവിശേഷത്തിന് വെളിയിൽ ഒരുപക്ഷെ ജനത്തിന് സൗഖ്യം ലഭിച്ചേക്കാം, സുവിശേഷത്തിന് വെളി ജനത്തിന് നന്മ ലഭിച്ചേക്കാം, അനുഗ്രഹങ്ങൾ ലഭിച്ചേക്കാം. പക്ഷേ നിത്യതയും രക്ഷയും വീണ്ടെടുപ്പും യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. There is no salvation outside the gospel. സുവിശേഷത്തിന് വെളിയിൽ രക്ഷയില്ല. പ്രൈസ് ഗോഡ്. വീണ്ടെടുപ്പില്ല. ഇനി 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു പ്രവൃത്തി, നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒരു നിസ്സാര പ്രവൃത്തിയല്ല പ്രിയമുള്ളവരെ. പ്രൈസ് ഗോഡ്. ഡോണ്ട് കൺസിഡർ ദാറ്റ് ബീയിങ് സേവ്ഡ് മീൻസ് ഇറ്റ്സ് എ ലോ സ്റ്റാൻഡേർഡ് വർക്ക് ഇൻ അവർ ലൈഫ്. അതായത് രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വില കുറഞ്ഞ ഒരു നിസ്സാര സംഭവമായിട്ട് ഒരിക്കലും ഡു നോട്ട് ട്രൈ ടു സബ്സ്റ്റാൻഡേർഡൈസ് ഇറ്റ്. അതൊരു നിസ്സാര സംഭവമല്ല. നമ്മൾ സാറിനെ പോയി ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടതാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ബീയിങ് സേവ്ഡ് എന്നുള്ളത്, രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഭൂമിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ദ ഹോൾ ബൈബിൾ കംപ്രൈസസ് ഓഫ് 2 great miracles. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 2 വലിയ അത്ഭുതങ്ങളാണ്. പ്രൈസ് ഗോഡ്. എനിക്ക് മിഷൻ ചലഞ്ച് ആണെന്ന് അറിയാം, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ശരിക്കുള്ള തലത്തിലേക്ക് നമ്മൾ എത്തും. ഇതൊന്ന് ആരംഭം മാത്രമാണ്. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിൽ 2 വലിയ അത്ഭുതങ്ങളാണ്. ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഞാൻ വീണ്ടും പറയട്ടെ, ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. യേശുവിനെ പോലെ ആരും ലോകത്തിൽ ജനിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും ലോകത്തിൽ ജീവിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും ലോകത്തെ സ്നേഹിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും സൗഖ്യമാക്കിയിട്ടില്ല. യേശുവിനെ പോലെ ആരും വിടുവിച്ചിട്ടില്ല, വിടുവിക്കുന്നില്ല. യേശുവിനെ പോലെ ആരും കഷ്ടം സഹിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും മരിച്ചിട്ടില്ല, ജയാളിയായി മരിച്ചിട്ടില്ല, തന്റെ പ്രാണനെ മറുപടിയായി തന്ന് മരിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും അക്ഷയനായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശുവിനെ പോലെ ആരും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും രാജാതി രാജാവായി കർത്താവായി വാഴുന്നവനുമില്ല. യേശുവിനെ പോലെ ആരും മടങ്ങി വരാൻ പോകുന്നില്ല. യേശുവിന് പകരം യേശു മാത്രമാണ്. പ്രൈസ് ഗോഡ്. ലോകം കണ്ടിട്ടുള്ള സകല പ്രഭുക്കന്മാരും നേതാക്കന്മാരും പ്രശസ്തരായവരും മുഴുവനും ജനിച്ച ശേഷം പ്രസിദ്ധരായവരാണ്. ജനനശേഷം, അതായത് all the great men of this world, all those popular and famous people or characters of this world, none of them were expected prior to their birth. അതായത് ജനിക്കുന്നതിന് മുന്നമേ ലോകത്തിൽ പ്രസിദ്ധരായവരും ആരും ജനിക്കുന്നതിന് മുന്നമേ അറിയപ്പെട്ടവരല്ല. അവരെല്ലാം ജനിച്ച ശേഷം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരുപക്ഷെ അവർ ചെയ്ത പ്രവൃത്തി നിമിത്തമോ അവരെത്തപ്പെട്ട ചില സാഹചര്യങ്ങളോ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ ചില നിയോഗങ്ങൾ നിമിത്തം അറിയപ്പെട്ടവരാണ്. പക്ഷേ ജനനത്തിന് മുന്നമേ പ്രസിദ്ധനായ ഒരാൾ യേശു കർത്താവ് മാത്രമാണ്. കാരണം അവൻ അനാദിയും ശാശ്വതവുമായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. അനന്തകാല നിത്യതയിൽ നിന്നും നിത്യനായ ദൈവം ജഡത്തിൽ മനുഷ്യനായി ലോകത്തിൽ വെളിപ്പെട്ട കർത്താവാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ജനനത്തിന് മുന്നമേ പ്രസിദ്ധനായ ഒരുവൻ മാത്രമല്ല, ഇത്ര കൃത്യതയോടെ മുൻകൂട്ടി വരുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ട്, പ്രതീക്ഷിക്കപ്പെട്ടിട്ട്, പ്രസംഗിക്കപ്പെട്ടിട്ട് അത്ര കൃത്യതയോടെ ലോകത്തിൽ വെളിപ്പെട്ട ഒരുവന്റെ പാദം ഈ ഭൂമിയിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും സേവിക്കുന്ന, ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പാദമാണ്. ഇന്ന് രാത്രി ഈ കർത്താവിനെ സേവിപ്പാൻ, അനുഗമിപ്പാൻ ഭൂമി ലഭിച്ചത് മറ്റെല്ലാറ്റിനേക്കാളും വലിയ അനുഭവമാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ഒന്നാമത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പൗലോസ്ലീഹ
തന്റെ തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഹി വാസ് ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ഹി വാസ് സീൻ ബൈ ദി ഏഞ്ചൽസ്, ദൂതന്മാർ അവനെ കണ്ടു. ഹി വാസ് പ്രൊക്ലെയിംഡ് അമംഗ് ദ ജെന്റൈൽസ്, ജാതികളുടെ ഇടയിൽ ഘോഷിക്കപ്പെട്ടു. ഹി വാസ് ബിലീവ്ഡ് ഇൻ ദ വേൾഡ്, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ആൻഡ് ഹി വാസ് ടേക്കൺ ഇൻ ടു ഗ്ലോറി, അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടു. അതാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം. പ്രൈസ് ഗോഡ്. ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ദാറ്റ് ദിസ് യൂണിവേഴ്സ് has ever experienced is nothing but the revelation of Jesus. യേശു കർത്താവ് ലോകത്തിൽ വെളിപ്പെട്ടതാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത്. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത്, as we have accepted Christ, or when we accept this Jesus, യേശു കർത്താവിനെ ഞാനും നിങ്ങളും രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, God begins to transform our life into the likeness of Christ. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ അയച്ച് നമ്മുടെ ജീവിതത്തെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അതാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആത്മീക വളർച്ച എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഈ രണ്ടാമത്തെ അത്ഭുതം എന്നുള്ളത് ഒന്നാമത്തെ അത്ഭുതവുമായി ചേർത്ത് നിർത്തുന്നതാണ്. ലോകത്തിൽ ബാക്കി സകല അത്ഭുതങ്ങളും ഈ രണ്ട് അത്ഭുതങ്ങളുടെ കീഴെ നിൽക്കുന്നതാണ്. അത് രോഗിക്ക് സൗഖ്യം ലഭിച്ചാലും നന്മ ലഭിച്ചാലും എന്തൊക്കെ ലഭിച്ചാലും ഈ മേൽ പറയപ്പെട്ട രണ്ട് അത്ഭുതങ്ങളുടെ കീഴെ നിൽക്കുന്നതാണ് ബാക്കി സകല അത്ഭുതങ്ങൾ. കൃപയാൽ ഈ കർത്താവിന് രുചിച്ചറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചവരോർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇനി ഇവിടെ പറയുന്നത് ഈ നിക്ഷേപം ഇതൊരു വലിയ പ്രവൃത്തിയാണ്. ഇത് മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിലാണ്. വി ഹാവ് ദിസ് ഗ്രേറ്റ് ട്രഷർ, പ്രഷ്യസ് ട്രഷർ ഇൻ ദ ജാർസ് ഓഫ് ക്ലേ വിച്ച് ആർ അസ്. അതായത് ഈ നിക്ഷേപം മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിൽ അത്രയെന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ നിന്നല്ല, മൺപാത്രങ്ങളാകുന്ന ഞങ്ങളാണ്. അതിന്റെ അർത്ഥം കർത്താവിനെ അറിയുന്നതിന് മുന്നമേ നമ്മൾ മൺപാത്രങ്ങളായിരുന്നു. രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മൾ മൺപാത്രങ്ങളാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളെല്ലാം മൺപാത്രങ്ങളായിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ അറിഞ്ഞ ശേഷവും നമ്മൾ ഒരിക്കലും ഈ പാത്രം, അതായത് ഈ പ്രകൃതി എന്നുള്ളത് മൺപാത്രത്തിന്റെ പ്രകൃതിയാണ്. അതിനൊരിക്കലും മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഇനി അല്പസമയം ഒന്ന് തിരുവഴുത്താഴമായിട്ടൊന്ന് വിചിന്തനം ചെയ്യാൻ പോകുന്നത്. അതായത് മൺപാത്രങ്ങളായിരിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ, അല്ലെങ്കിൽ യേശുവിനെ അറിയുന്നതിന് മുന്നമേ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് തകർന്നു പോകുമായിരുന്നു. പക്ഷെ കർത്താവിനെ അറിഞ്ഞ ശേഷം എത്ര തട്ട് കിട്ടിയിട്ടും നമ്മൾ ഉടഞ്ഞു പോകുന്നില്ല. പ്രൈസ് ഗോഡ്. എത്ര വെല്ലുവിളി വന്നിട്ടും നമ്മൾ ഉടഞ്ഞു പോകുന്നില്ല. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയ രഹസ്യം എന്നുള്ളത്. അതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. അല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്നത് മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിലാണ്. ഈ മൺപാത്രത്തിന്റെ പ്രത്യേകത എന്നുള്ളത്, വാട്ട് ഈസ് ദ യുണീക്നെസ്, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദി ജാർ ഓഫ് ക്ലേ ഓർ ദ ക്ലേ ജാർസ്? ഇറ്റ് ഈസ് വെരി ഫ്രജൈൽ ഇൻ നേച്ചർ, ഈസിലി ബ്രേക്കബിൾ, പെട്ടെന്ന് പൊട്ടുന്നതാണ്. നമ്മൾ പറയാറില്ല, ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഗ്ലാസുകൾ കൊണ്ടുണ്ടാക്കപ്പെട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ പ്രത്യേകമായി അതിന്റെ മുകളിൽ ഒരു ടൈറ്റിൽ ഉണ്ടാകും, ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ. അതായത് പെട്ടെന്ന് പൊട്ടുന്നതാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളത്. എല്ലാ മനുഷ്യന്റെ അനുഭവം അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വി ആർ ഓൾ ഫ്രജൈൽ ഇൻ നേച്ചർ. പക്ഷേ however something has radically taken place in our life in the event of knowing Jesus. യേശു കർത്താവിനെ അറിഞ്ഞ ശേഷം നമ്മൾ ഫ്രജൈൽ നേച്ചർ ആണെങ്കിലും നമ്മൾ ഒരിക്കലും ഫ്രജൈൽ ആകുന്നില്ല എന്നുള്ളതാണ്. കർത്താവിനെ അറിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നു. മൺപാത്രം തന്നെയായിട്ട് നമ്മൾ തുടരുന്നു. പക്ഷെ പഴയതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉടഞ്ഞു പോകുന്നില്ല. അതായത് ഈ മൺപാത്രത്തിന്റെ പ്രകൃതത്തിന്റെ പ്രത്യേകത എന്നുള്ളത്, നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒരു 10 കൊല്ലം മുമ്പ് പറഞ്ഞത് വേറൊരു രാജ്യത്ത് പറഞ്ഞിട്ട് വേറൊരാളത് പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ കാതുകളിൽ എത്തുമ്പോഴേ നമ്മൾ തകർന്നു പോകും. 10-20 വർഷം മുമ്പ് ആരോ നമ്മളെ കുറിച്ച് എന്തൊക്കെയോ ആക്ഷേപകരമായി പറഞ്ഞു എന്നുള്ളത് ഒരു പക്ഷേ 15-20 ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ, 20 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം നമ്മൾ അന്ന് കേൾക്കാതിരുന്നു, ഇന്ന് നമ്മൾ കേൾക്കണം, ഇനിയാള് നിങ്ങളെ കുറിച്ച് ഇന്നത് അന്ന് പറഞ്ഞിരുന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കൊളാപ്സ് ആകും. അതാണ് ഈ മൺപാത്രത്തിന്റെ പ്രകൃതം എന്നുള്ളത്. പക്ഷേ ഒരു ദൈവ പൈതലിനെ കർത്താവ് ട്രാൻസ്ഫോം ചെയ്യുന്ന, രൂപപ്പെടുത്തുന്നത് എത്ര പ്രതികൂലത്തിന്റെ നടുവിലും
തകർന്നു പോകാതെ പിടിച്ചു നിൽക്കത്തക്ക രീതിയിൽ, അതാ ക്രിസ്ത്യ ജീവിതത്തിന്റെ മാധുര്യം എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഇതിന്റെ പിറകെ ഞാൻ ഇത് പറയുമ്പോൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവം കൂടെ ഇതിന്റെ ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ടാണ് ആ കൃപയാൽ ആ പ്രാഗൽഭ്യത്തോടെ ഞാൻ ഈ ഭാഗം പറഞ്ഞു പോകുന്നത്. പ്രൈസ് ഗോഡ്. അതിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. സ്തോത്രം. അപ്പോൾ ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിൽ അത്രേ പകർന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അത് ഈ അത്യന്ത ശക്തി എന്നുള്ളത് പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറ്. ചിലർ പറയുന്നത് പരിശുദ്ധാത്മാഭിഷേകമാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിന്റെ ശക്തിയെ കുറിച്ചാണ്. പ്രൈസ് ഗോഡ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പവർ ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ഗോസ്പൽ ഓഫ് ജീസസ്. യേശു കർത്താവിന്റെ സുവിശേഷത്തിന്റെ തേജസ്സിനെ കുറിച്ചും ആ സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊന്ന് ശരിക്കും അടിക്കുറിപ്പിട്ട് ഒന്ന് പറഞ്ഞ് അണ്ടർസ്കോർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഗോസ്പെൽലെസ് ക്രിസ്ത്യൻ ഈസ് എ പവർലെസ് ക്രിസ്ത്യൻ. സുവിശേഷമില്ലാത്ത ഒരു വ്യക്തി, ഒരു വിശ്വാസി ശക്തിയില്ലാത്തവനാണ്, ബലഹീനനാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമുക്ക് സുവിശേഷമില്ല എന്നുള്ളത്. നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, പിന്നെ ഇത് ആരുടെയൊക്കെയോ ദൗത്യമാണെന്ന് വിചാരിച്ച് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതല്ല, നമ്മിലെല്ലാം ഈ കർത്തവ്യമുണ്ട്. ഒരു കൂട്ടം ജനത്തിന് മാത്രം ദൈവം ഏൽപ്പിച്ചിട്ടുള്ളതല്ല. അതായത് ഞാൻ എപ്പോഴും പറയാത്ത കാര്യമുണ്ട്. കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വന്നപ്പോൾ, കർത്താവിനെ നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തിൽ കർത്താവ് തരുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് പാഷൻ ഫോർ ദ ലോസ്റ്റ്. നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ചുള്ള ആത്മഭാരം. ദൈവിക വിളിയുടെ പ്രൈമറി എവിഡൻസ്, പ്രാരംഭ തെളിവ് എന്നുള്ളത് നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള ആത്മഭാരമാണ്. ദ ബേർഡൻ ഫോർ ദ ലോസ്റ്റ്. അവിടെയാണ് ഈ സുവിശേഷ വേലയോടുള്ള വാഞ്ചയും ദാഹവും ആരംഭിക്കുന്നത്. പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിൽ ദൈവത്തോടുള്ള ദാഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവമേ, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടത് 86-ൽ. അന്ന് എനിക്ക് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൽ ഒത്തിരി വേദനയോടെ കടന്നുപോയത്, രക്ഷിക്കപ്പെട്ട നിമിത്തമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്, ഒത്തിരി വേദന അനുഭവിച്ച ഒരു വ്യക്തിയാണ്. 2 വർഷത്തോളം ഐ വാസ് ഹോംലെസ്. വീട്ടിൽ നിന്നൊക്കെ എന്നെ ഇറക്കി വിട്ടു. അങ്ങനെ ഒരു ഇനി അതെല്ലാം മാറി. കർത്താവിന്റെ കൃപ, എന്റെ പാരന്റ്സും എന്റെ സഹോദരങ്ങളൊക്കെ ഇന്ന് വിശ്വാസത്തിലൂടെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. പക്ഷെ ഒറ്റപ്പെട്ടെങ്കിൽ പോലും ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഒത്തിരി പീഡ അനുഭവിച്ചു, ഭവനരഹിതനായി, പല സ്ഥലത്തും കിടന്നുറങ്ങി, 3 രൂപ ശമ്പളത്തിന് ജോലി ചെയ്തു, 5 രൂപ ശമ്പളത്തിന് ജോലി ചെയ്തു. പക്ഷെ അതൊന്നും എന്നെ തളർത്തിയില്ല. കാരണം അതിനായിട്ടല്ല എന്നെ കർത്താവ് വിളിച്ചെനിക്കറിയാം, അതല്ല എന്റെ ഭാവി എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പറഞ്ഞ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെവർ ലുക്ക് അറ്റ് യുവർ ടുമോറോസ് ത്രൂ യുവർ ടുഡേസ് പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ കണ്ട് ഒരിക്കലും നിങ്ങളുടെ വലിയ ഭാവിയെ ഒരിക്കലും നിങ്ങൾ വില കുറച്ച് കാണരുത്. അതായത് നെവർ ട്രൈ ടു അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഫ്യൂച്ചർ ത്രൂ യുവർ ടുഡേസ് സർക്കംസ്റ്റാൻസസ് ഓർ ലിമിറ്റഡ് സർക്കംസ്റ്റാൻസസ്. ഇന്നത്തെ പരിമിതമായ സാഹചര്യമായിരിക്കാം, ഒരുപക്ഷെ ലിമിറ്റഡ് എഡ്യൂക്കേഷൻ, ലിമിറ്റഡ് ഫെസിലിറ്റീസ്, ലിമിറ്റഡ് സർക്കംസ്റ്റാൻസസ്, ലിമിറ്റഡ് ക്വാളിഫിക്കേഷൻ, പരിമിതമായ ജോലി, പരിമിതമായ സാമ്പത്തികം, പരിമിതമായ വിദ്യാഭ്യാസ യോഗ്യത. ഇതൊന്നുമല്ല നമ്മുടെ നാളുകളെ നിയന്ത്രിക്കുന്നത്. ദീസ് ആർ ഓൾ സബ്ജക്റ്റഡ് ടു അവർ കോളിംഗ്. ഇതെല്ലാം നമ്മുടെ വിളിക്ക് ദൈവിക വിളിയുടെ കീഴെ നിൽക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഇനി എത്ര വിദ്യാഭ്യാസമില്ലാത്തവന് കർത്താവിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു കഴിവുമില്ലാത്തവന് ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ സാധിക്കും. 113-ാം സങ്കീർത്തനം അതിന് ഏറ്റവും വലിയ തെളിവാണ്. He raises the poor out of the dust and he lifts up the needy out of the dungeon, out of the garbage and seats them with the prince of his people. അവർ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. സോ ദർ ഇസ് നോ ലിമിറ്റ് ടു വാട്ട് ഗോഡ് ക്യാൻ ഡു ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു പരിമിതിയുമില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഹു ആം ഐ ടു ഡൗട്ട് വാട്ട് ഗോഡ് ക്യാൻ ഡു ഇൻ മൈ ലൈഫ്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ, വാഷിംഗ്ടണിൽ ഒരു കോൺഫറൻസിൽ പോയപ്പോൾ കേട്ടൊരു പാട്ടാണ്, ഹു ആം ഐ ടു ഡൗട്ട് വാട്ട് ഗോഡ് ക്യാൻ ഡു. അതായത് ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്തോ അതിനെ സംശയിക്കാൻ ഞാൻ ആരാണ്? പ്രൈസ് ഗോഡ്. സോ നെവർ ട്രൈ ടു ലിമിറ്റ് വാട്ട് ഗോഡ് ക്യാൻ ഡു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മലയാളികളായി ഞാൻ എപ്പോഴും പറയുന്നത്, അന്താരാഷ്ട്രപരമായി വ്യാപരിക്കുന്ന ഒരു അവിശ്വാസം മുൻവിധി. സോ ലെറ്റ് us come out of that mask of prejudice. ആ മുൻവിധിയിൽ നിന്നും നമ്മളൊന്ന് പുറത്തു വരണം. അത് മാത്രമല്ല, നമ്മൾ അത് നമ്മെക്കുറിച്ച് തന്നെ പറയുമ്പോൾ മറ്റൊരു വ്യക്തിയിലും നമ്മൾ അത് കാണും.
ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷെ ഒരു വ്യക്തി ഏറ്റവും വലിയ ക്രിമിനൽ ആയിരിക്കാം, ഏറ്റവും വലിയ പാപിയായിരിക്കാം, ഏറ്റവും വലിയ അശുദ്ധനായിരിക്കാം, ഏറ്റവും വലിയ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചതായിരിക്കാം. പക്ഷെ ഒരിക്കലും തന്റെ നാളുകളെ ഇങ്ങനെ ആയിരിക്കുമെന്ന് തന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് നമുക്ക് ഒരിക്കലും വിധിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നമ്മൾ വിധിക്കുന്ന, നമ്മൾ മുൻവിധിയോടെ കാണുന്ന, നമ്മൾ തരം താഴ്ത്തുന്ന, നമ്മൾ വിമർശിക്കുന്ന, നമ്മൾ ചവിട്ടി താഴ്ത്തുന്ന വ്യക്തിയായിരിക്കാം നാളെ ദൈവത്തിന്റെ മഹത്വകരമായ പ്രവൃത്തിക്ക് പാത്രമായി ദൈവത്താൽ ഉയർത്തപ്പെടുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആരെയും വിധിക്കരുത്. പ്രൈസ് ഗോഡ്. ഇനി ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതായത് ബീങ് ട്രാൻസ്ഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര സംഭവമല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഭവമല്ല. ലോകത്തിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ്. യേശു കർത്താവ് ലോകത്തിൽ വെളിപ്പെട്ടതിന് ഉള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന അടുത്ത ഏറ്റവും വലിയ അത്ഭുതമാണ് ബീങ് സേവ്ഡ് അല്ലെങ്കിൽ ബീങ് റിഡീംഡ്, വീണ്ടെടുക്കപ്പെടുക എന്നുള്ളത്. പ്രൈസ് ഗോഡ്. അത് ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് ഇത് നിക്ഷേപമായി മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിൽ അത്രേ ഉള്ളത്. അപ്പോൾ ഈ മൺപാത്രത്തിന്റെ പ്രത്യേകത ആ പ്രത്യേകതയാണ് ബാക്കി 8-9 വാക്യങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ 20 മിനിറ്റ് ബാക്കിയുണ്ടോ മാസ്റ്ററെ? ഓക്കെ, കുഴപ്പമില്ല. എനിക്കൊരു 5 മിനിറ്റ് ഉള്ളപ്പോൾ ഒന്ന് കൈ കാണിച്ചാൽ മതി, ഒരു വേവ് ചെയ്താൽ മതി. പ്രൈസ് ഗോഡ്. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അല്ലായിരുന്നു സാധാരണ. 8-ാമത്തെ വാക്യം പറയുന്നത് 8-9 വാക്യത്തിലേക്കാണ് നമ്മൾ ഇനി കടന്നു വരാൻ പോകുന്നത്. ഇനിയാണ് ശരിക്കും ഒരു മിഷൻ താങ്ക് യു. പ്രൈസ് ഗോഡ്. ഇനി നമ്മൾ 8-9 വാക്യത്തിലേക്ക് പോവുകയാണ്. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സകല വിധത്തിൽ, അതായത് നമ്മൾ മൺപാത്രങ്ങളാണ്, മൺപാത്രത്തിൽ നിക്ഷേപമുണ്ട്. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു, ദൈവത്തിന്റെ പുത്രന്റെ സുവിശേഷത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചു. യേശുവിനെ ആദ്യമായിട്ട് കണ്ടു. ദൈവദേശത്തിന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യേശു മാത്രമാണ് സത്യദൈവവും നിത്യജീവനുമെന്ന്, ദൈവപുത്രനെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ള വെളിപ്പാട് അകത്ത് വന്നു കഴിഞ്ഞ ശേഷം ഇനി 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ആ വാക്ക് നമുക്ക് ഈ കഷ്ടതയ്ക്ക് കുറച്ച് പല രീതിയിലുള്ള എല്ലാത്തിനും കൂടെ നമ്മൾ കഷ്ടത എന്ന വ്യാഖ്യാനം കൊടുക്കുന്നത് കൊണ്ട് അതിനൊന്ന് തരംതിരിക്കാൻ പോവുകയാണ് അല്പം, ചില മിനിറ്റ്. പ്രൈസ് ഗോഡ്. വി ആർ ഹാർഡ് പ്രസ് യെറ്റ് വി ആർ നോട്ട് ക്രഷ്ഡ് എന്നാണ്. വി ആർ ഹാർഡ് പ്രസ്ഡ് ഓൺ എവറി സൈഡ്. അതായത് ഞങ്ങൾ സകല വിധത്തിലും, അത് ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്ന ചാരോം ഓർസ് എന്ന് പറഞ്ഞാൽ 4 വശത്ത് നിന്നും ഞങ്ങളെ അങ്ങ് അമർത്തുകയാണ്. അതിന്റെ ശരിക്കുള്ള ഭാഷാന്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക, സ്ട്രാങ്കിൾ അല്ലെങ്കിൽ സ്ട്രാങ്കുലേറ്റ് എന്നൊക്കെ ഉപയോഗിക്കാം അവിടെ പദം. വി ആർ ഹാർഡ് ടു പ്രസ് യെറ്റ് വി ആർ നോട്ട് ക്രഷ്. 4 വശത്തു നിന്നും ഞങ്ങളെ അങ്ങ് ശ്വാസം മുട്ടിച്ചു കൊല്ലത്തക്ക രീതി ഞങ്ങൾ അമർത്തിയിട്ടും ഞങ്ങൾ ചുരുങ്ങി പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പൗലോസ്ലീഹ ഭാഗം ഉദ്ധരിക്കുമ്പോൾ അതിന്റെ പിറകിലുള്ള അതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിന് ശരിക്കൊന്ന് നമുക്ക് ഉപമാനപ്പെടുത്താം. ഇന്നത്തെ ആധുനിക രീതിയിലൊന്ന് ഉപമാനപ്പെടുത്തണമെങ്കിൽ നല്ല ഒരു ഫുട്ബോൾ കടയിൽ പോയി നല്ലൊരു ബ്രാൻഡ് ന്യൂ ഫുട്ബോൾ, നമ്മളൊരു ഫുട്ബോൾ വാങ്ങിക്കുമ്പോൾ അതിന് രൂപമൊന്നും ഇല്ലാത്തത്, അത് അടക്കി ഒതുക്കി ഒരു ചെറിയ ബോക്സിനകത്ത്, ഒരു പാക്കറ്റിനകത്തായിരിക്കും. പേര് ഫുട്ബോളാണ്, പക്ഷെ അതിന് രൂപം ഇതുവരെ വന്നിട്ടില്ല, ആ രൂപത്തിലെത്തിയിട്ടില്ല. ഇതാണ് ഒരു ഫുട്ബോൾ. എന്നാൽ ഈ ഫുട്ബോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വീട്ടിൽ കൊണ്ടുവയ്ക്കാനല്ല, വീട്ടിൽ കൊണ്ടുപോയി വേറെ ഷെൽഫിൽ വെക്കാനല്ല. സോ വി മെന്റ് ഇൻ ടു ഇൻഫ്ലേറ്റ്, ടു ആക്ടിവേറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ ശരിക്കും അതിനെ ഉണ്ടാക്കിയ ആള് അതിന് രൂപം കൽപ്പിച്ചിട്ടുണ്ട്. അതിന് വായി നിറയ്ക്കുമ്പോഴാണ് ആ രൂപം വെളിപ്പെടുന്നത്. അത് നിർമ്മിച്ച നിർമ്മാതാവ് ഫുട്ബോളിന് ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്, പക്ഷെ ആ രൂപത്തിലെത്തിയിട്ടില്ല. പക്ഷെ അതിന് വായു നിറയ്ക്കുമ്പോഴാണ് ശരിക്കുള്ള രൂപത്തിൽ വരുന്നത്. ഇതാണ് ഇതിന്റെ സാരാംശം എന്നത്. പ്രൈസ് ഗോഡ്. നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ നമ്മെ നിർമ്മിച്ച നിർമ്മാതാവായ നമ്മുടെ കർത്താവ് നമ്മിൽ തനതായ രൂപം നിമഞ്ജനം ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു നല്ലൊരു സിഗ്നേച്ചർ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷേ അത് ആ രൂപത്തിലേക്ക് വരുന്നത് സുവിശേഷാകത്ത് വരുമ്പോഴാണ്. പ്രൈസ് ഗോഡ്. സുവിശേഷാകത്ത് വന്ന് ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്
നമ്മൾ രൂപാന്തരപ്പെടുന്നു. ഇവൻ ആരാണ്, അതായത് നാം ഏത് രൂപത്തിൽ എത്തപ്പെടേണ്ടവരാണ്. ഒരു പക്ഷേ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുന്ന ശക്തനായ ഒരു അഭിഷിക്തനാണോ, ഒരു ദേശത്തെ ഭരിക്കുന്ന ഒരു ഭരണാധിപനാണോ, ഒരു രാജ്യത്തിന്റെ വലിയൊരു അപ്പോസ്തലനാണോ, വലിയൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷകനാണോ, വലിയൊരു അനേക ജനത്തെ ഒരുക്കിയെടുക്കുന്ന ഒരു മിഷണറി ആണോ എന്നുള്ളൂ. ആ രൂപം വെളിപ്പെടുന്നത് നമ്മിലുണ്ട്. പക്ഷേ നമ്മെ നിർമ്മിച്ച നമ്മുടെ കർത്താവ് ആ ഒരു പദ്ധതിയുമായിട്ട്, കാരണം നമ്മെ മുൻനിർണയിച്ചതാണ്, നാം മുൻനിർണയിക്കപ്പെട്ടവര്. പക്ഷെ സുവിശേഷാകത്ത് വരുമ്പോഴാണ് ആ ശരിക്കുള്ള രൂപവ്യാപ്തിയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. ഇനി അതിന്റെ അടുത്ത പ്രത്യേകത എന്നുള്ളത്, ഈ രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നന്നായി വായി നിറച്ച ഒരു ഫുട്ബോളിന്റെ പ്രത്യേകത എന്നുള്ളത്, അതിനെ ഫുട്ബോൾ എന്ന് തന്നെയാണ് പറയുക. എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് ചവിട്ടുന്നത്. അതിന് എത്ര തട്ട് കിട്ടിയാലും എത്ര ചവിട്ട് കിട്ടിയാലും അതിന്റെ രൂപത്തിന് മാറ്റം സംഭവിക്കില്ല. പ്രൈസ് ഗോഡ്. ഈ ഒരു നിലവാരത്തിൽ, ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് ദൈവം തന്റെ പുത്രന്റെ സുവിശേഷത്താൽ നമ്മെ രൂപപ്പെടുത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതായത് വി ആർ ഹാർഡ് പ്രസ് ഓൺ എവറി സൈഡ് യെറ്റ് വി ആർ നോട്ട് ക്രഷ്. ഞങ്ങളെ 4 വശത്തു നിന്ന് ശ്വാസം മുട്ടിച്ചിട്ടും ഞങ്ങൾ ഒരിക്കലും ചുരുങ്ങി പോകുന്നില്ല എന്നാണ്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ എത്ര ചവിട്ട് കിട്ടിയിട്ടും തട്ട് കിട്ടും തോറും യാത്രയുടെ ദൈർഘ്യം വർദ്ധിക്കല്ലാതെ, മുന്നോട്ട് പോകുകയല്ലാതെ ഒരിക്കലും പുറകോട്ട് വരുന്നില്ല. ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു മെറ്റീരിയലിന് ഇത്രയൊക്കെ സാധിക്കുമെങ്കിൽ കർത്താവ് നമ്മെ രൂപപ്പെടുത്തിയപ്പോൾ എത്ര പ്രതിസന്ധികളെ, എത്ര അമർത്തലുകളെ, എത്ര ചവിട്ടുകളെ, എത്ര തോൽവികളൊക്കെ ജയിക്കത്തക്ക രീതിയിലാണ് കർത്താവ് നമ്മെ അതായത് ഇല്ലൂമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഫുട്ബോള് ഇൻഫ്ലേറ്റ് ചെയ്യുകയാണ്, പക്ഷെ സുവിശേഷം വന്നപ്പോൾ ഇല്ലൂമിനേറ്റഡ് ആക്കുകയാണ്. പ്രൈസ് ഗോഡ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെ എത്ര വലിയ പ്രതിസന്ധികളെ ജയിച്ച റിപ്പോർട്ടാണ് സുവിശേഷം. ലോകത്തിന്റെ റിപ്പോർട്ടുണ്ട്, പക്ഷെ ദൈവത്തിന്റെ റിപ്പോർട്ട് എന്നുള്ളത് ദൈവത്തിന്റെ സുവിശേഷമാണ്. പ്രൈസ് ഗോഡ്. എത്ര പ്രതിസന്ധികളെ, എന്തെല്ലാം വെല്ലുവിളികളെ, എത്ര പീഡനങ്ങളെ, എത്ര തടവറകളെ, എത്ര പരിഹാസത്തെ, എത്ര ചമ്മട്ടിയെ, എത്ര തടവറകൾ, എത്ര ചങ്ങലകൾ, എത്ര ഉപദ്രവങ്ങൾ, എത്ര രക്തച്ചൊരിച്ചിലുകളെ ജയിച്ചതാണ് കർത്താവിന്റെ സുവിശേഷം എന്നുള്ളത്. തീയിൽ കുരുത്തതായതുകൊണ്ട് അതൊരിക്കലും വെയിലത്തു പാടില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സഭയുടെ പ്രത്യേകത എന്നുള്ളത്, ദ ചർച്ച് വാസ് ബോൺ ഇൻ ദ ഫയർ ആൻഡ് ദ ചർച്ച് ക്യാരീസ് ദ ഹിസ്റ്ററി ഓഫ് പാസിംഗ് ത്രൂ ദ ഫയർ. ദ ചർച്ച് ഈസ് കറന്റ്ലി പാസിംഗ് ത്രൂ ദ ഫയർ. സഭ ജനിച്ചത് തന്നെ തീക്കകത്താണ്. സഭ കടന്നുപോയത്, ചരിത്രത്തിന്റെ താളുകളിലേക്ക് നോക്കിയാൽ തീച്ചുളയിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. സഭ ഇന്നും കടന്നു പോകുന്നത് തീച്ചുളയിലൂടെയാണ്. ബട്ട് ഒരു നാൾ ഈ തീച്ചൂളയിൽ നിന്നും സഭയെ ദൈവം ശുദ്ധയും നിഷ്കളങ്കയുമായി, കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്തവളായി ദൈവം തീയിൽ നിന്നും സഭയെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. അതിനായിട്ടാണ് നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ 8ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം എന്നുള്ളത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എത്ര തട്ട് കിട്ടിയിട്ടും എത്ര ചവിട്ട് കിട്ടിയിട്ടും ഞങ്ങൾ ഒരിക്കലും ചുരുങ്ങി പോകുന്നില്ല. ആ നിലവാരത്തിലാണ് സുവിശേഷം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിമഞ്ജനം ചെയ്തിട്ടുള്ളത്. 2ാമത്തത്, വി ആർ പെർപ്ലെക്സ് വിത്ത് ചാലഞ്ചസ് ഓർ ഡിഫിക്കൽട്ടീസ് യെറ്റ് വി ആർ നോട്ട് ഡ്രിവൺ ടു ഡിസപ്പോയിന്റ്മെന്റ്. ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. പ്രൈസ് ഗോഡ്. ഇവിടെ ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടല്ല. അതായത് 4 വശവും അടഞ്ഞ ഒരു സാഹചര്യമാണ്. മുന്നോട്ടുള്ള വഴി അടയപ്പെട്ടു, വന്ന വഴി പുറകിൽ അടയപ്പെട്ടു, ഇടത്തോട്ട് നോക്കിയപ്പോൾ വഴി അടഞ്ഞു, വലത്തോട്ട് നോക്കിയപ്പോൾ വഴി അടഞ്ഞു. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത സാഹചര്യമാണ് ഇവിടെ വേദപുസ്തകത്തിൽ ബുദ്ധിമുട്ടെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത പ്രതികൂലങ്ങൾ, ലോകത്തിൽ ആര് വിചാരിച്ചാൽ പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത പ്രശ്നങ്ങൾ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതിന് സമാനമായ മേഖലയിലൂടെ കടന്നു പോയിട്ടുള്ളത്. ലോകത്തിൽ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത, മാനുഷികമായി ചിന്തിച്ചാൽ ലോകത്തിലെ ഒരു പക്ഷേ നമ്മെ സഹായിക്കാനായിട്ട് കഴിവും പ്രാപ്തിയും ഉള്ളവരൊക്കെ വിചാരിച്ചാൽ പോലും അവർക്ക് പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത പ്രതികൂലത്തിനകത്ത് അകപ്പെട്ടപ്പോഴും ഇവിടെ തിരുവെഴുത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, യെറ്റ് വി ആർ നോട്ട് ഡ്രിവൺ ടു ഡിസപ്പോയിന്റ്മെന്റ്. വി ആർ നോട്ട് ഡിസപ്പോയിന്റഡ്. ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടുന്നില്ല. വഴി മുഴുവൻ അടഞ്ഞതാണ്.
രണ്ട് കൊരിന്ത്യർ ലേഖനത്തിന്റെ ആരംഭ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ട സാഹചര്യം. അതായത് ഇനി സർവൈവ് ചെയ്യില്ല, തീർന്നു എന്ന് തോന്നിയ സമയം. അത്ര കൊടിയ മരണത്തിൽ നിന്നും ദൈവം രക്ഷിച്ചു. നമുക്കറിയാം, ആ ഭാഗം ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഭാഗമാണ്, ഒരു 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 ചിന്തയാണ് പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പത്രോസ്ലീഹയ്ക്കുണ്ടായ അനുഭവം എന്നുള്ളത്. പത്രോസ്ലീഹയുടെ കാരാഗ്രഹത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹെരോദാവ് യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന ശേഷം യഹൂദന്മാരുടെ പ്രസാദം നേടിയതുകൊണ്ട് തന്റെ റേറ്റിംഗ്, ഇന്നത്തെ ആനുകാലിക പദവുമായിട്ട് ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ റേറ്റിംഗ് കൂട്ടാനായിട്ട് പത്രോസിനെയും പിടിച്ചു. കാരണം ഇവരെല്ലാം കണ്ടത്, ഈ മാർഗത്തെ മുഴുവൻ കണ്ടത്, ഈ മാർഗക്കാരെ മുഴുവൻ കണ്ടത് ഒരു കോമൺ എനിമി ആയിട്ടായിരുന്നു. യാക്കോബിനെ കൊന്നപ്പോൾ ജനത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് ഹെരോദാവിന് മനസ്സിലായപ്പോൾ ജനത്തിനിടയിലുള്ള തന്റെ പ്രീതി റേറ്റിംഗ് ഒന്ന് വർദ്ധിപ്പിക്കാനായി പത്രോസിനെയും കൈവച്ചു. പത്രോസിന്റെ മേൽ കൈവച്ചു, പത്രോസിനെയും പിടിച്ച് തടവറയിലാക്കി. പിന്നെ പെസഹ ആയതുകൊണ്ട്, പെസഹ പെരുന്നാൾ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പരസ്യ വിചാരണയാണ്. യാക്കോബിനെ വാളുകൊണ്ടാ കൊന്നത്, പക്ഷെ പത്രോസിനെ പരസ്യ വിചാരണ ചെയ്യാനാണ്. അതായത് ഹി ഇന്റൻഡഡ് ടു ഹാൻഡിൽ പീറ്റർ ബൈ give him over to the people to lynch him into death. ആളക്കൂട്ടത്തെ കൊണ്ട് തല്ലി കൊല്ലിക്കാനായിരുന്നു, പത്രോസിനെ കൊല്ലിക്കാനായിരുന്നു ഹെരോദാവ് പ്ലാൻ ചെയ്തത്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചത് അതൊന്നുമല്ല. അതിനകത്തൊരു പ്രത്യേക ഒരു ഭാഗമാണ്. പത്രോസിനെ പിടിച്ചിട്ടത് വലിയ ഈ ഭൂമിക്കടിയിലുള്ള തടവറയുടെ ഏറ്റവും, അതായത് ലോകത്തിലെ ഏറ്റവും കൊടിയ ക്രൂരകൃത്യം ചെയ്യുന്ന തടവറയുടെ ഉൾഭാഗത്ത് ഏറ്റവും അകത്തളത്താണ്, അകത്തെ മുറിയിലാണ് പത്രോസിനെ കൊണ്ടുപോയിട്ടും. ഒരു നിരായുധനായ ഒരു വ്യക്തി, ആയുധം പോലും കയ്യിലില്ലാത്ത ഒരു സാധാരണക്കാരായ ഒരു വ്യക്തിയെ എന്തിനാ ഇത്രയും വലിയ കൊടും ഭീകരന്മാരെ പാർപ്പിക്കുന്നത് പോലെയുള്ള ഒരു തടവറയ്ക്കകത്ത് കൊണ്ടുപോയിട്ടും. അത് മാത്രമല്ല 16 കമാൻഡോസ് അടങ്ങുന്ന കുസ്റ്റോഡിയ എന്ന് പറയുന്ന 16 കമാൻഡോസ്, അന്നത്തെ റോമൻ പട്ടാളത്തിലെ ഏറ്റവും ടോപ്പ് കമാൻഡോസിനെ ആയിരുന്നു പത്രോസിനെ കാവൽ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത്. അതെന്താണ് ഇത്രയും വലിയ പട്ടാളക്കാരെ, കമാൻഡോസിനെയൊക്കെ പത്രോസിനെ സൂക്ഷിക്കാൻ, നിരീക്ഷിക്കാനായിട്ട് തടവറയിലാക്കിയത്? അത് കഴിഞ്ഞ 1-ാം കാവലുണ്ട്, പിന്നെ 2-ാം കാവലുണ്ട്, 3-ാം കാവലുണ്ട്, ഇരുമ്പ് വാതിലുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇത്രയും വലിയ സംരക്ഷണമുള്ള, സുരക്ഷിത വലയമുള്ള, അതീവ ജാഗ്രതയുള്ള ഒരു തടവറയ്ക്കകത്ത് ഈ സാധാരണക്കാരനെ പത്രോസിനെ പിടിച്ചിട്ടതിന്റെ പിറകിലെ രഹസ്യം എന്താ? ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ ലോകപ്രകാരമുള്ള വ്യക്തികളൊക്കെ ഓരോരുത്തരെ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ഗ്രഹപാഠം പഠിച്ചിട്ടാണ്, പശ്ചാത്തലം പഠിച്ചിട്ടാണ്. 16 കമാൻഡോസാ പത്രോസിന് നോക്കുന്നത്. അതില് ചില വേദപുസ്തക പണ്ഡിതാക്കൾ പറയുന്നത്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില സ്ഥലത്ത് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ മേഖലയിൽ പോയപ്പോൾ അവർ പറയുന്നത്, അതായത് ഈ കമാൻഡോസ് വരെ പത്രോസിനെ നോക്കിയത് കണ്ണുപോലെ വെട്ടിയത് ഷിഫ്റ്റ് ചെയ്തിട്ടായിരുന്നു അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനെ കുറിച്ച് ഇവർക്ക് ഒരു ശ്രുതി ഉണ്ടായിരുന്നു. ഈ പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആ ഭാഗം. അതായത് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ യജമാനനായ യേശുവിനെ പോലെ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്ന ഒരു വ്യക്തിയാണ്. 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. പിന്നെ വിസ്തരിക്കാനായിട്ട് പടയാളികൾ വിട്ടുകഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തടവറ പൂട്ടിക്കിടക്കുന്നുണ്ട്, പക്ഷെ ആളകത്തില്ല. അപ്പൊ ഇവർക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഇവൻ പെട്ടെന്നൊക്കെ ഡിസപ്പിയർ ആകുന്ന വ്യക്തി ആയതുകൊണ്ട് യാക്കോബിൽ നിന്ന് വ്യത്യസ്തനാണ് ഇവൻ. ഓരോ അപ്പോസ്തലന്മാർക്ക് അവരുടേതായ ഒരു പ്രത്യേക ക്യാരക്ടർ, അവരുടെ രീതി ഉണ്ടായിരുന്നു. ദൈവം അവരെ വ്യത്യസ്ത രീതിയിലാണ് ഉപയോഗിച്ചതൊക്കെ. അപ്പോ യോഹന്നാനാണെങ്കിൽ എത്ര തല്ലി കൊന്നാലും മരിക്കില്ലായിരുന്നു. യോഹന്നാന്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു. യോഹന്നാനെ അതായത് നാട് കടത്തി, നമുക്കറിയാം പത്മോസിലെ കൊണ്ടുപോയിട്ട്. പത്മോസ് പറഞ്ഞ ഡൊമീഷ്യന്റെ കാലഘട്ടത്തിൽ ഒരു ഗ്രേവിയാണായിരുന്നു, ഒരു ശവക്കോട്ട പോലെയായിരുന്നു. ആ കാലഘട്ടത്തിലെ നാട് കടത്തപ്പെട്ടവരുടെ ഒരു ശവക്കോട്ടയായിരുന്നു ഡൊമീഷ്യന്റെ കാലഘട്ടത്തിൽ. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരവില്ല. അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിലായിരുന്നു യോഹന്നാനെ നാട് കടത്തി. ചരിത്രം പറഞ്ഞ് യോഹന്നാൻ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയിട്ട് യോഹന്നാൻ ചാകില്ലായിരുന്നു. പക്ഷെ പത്രോസിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കൊണ്ടിട്ടാലും പുള്ളി റിലീസാകും. കാരണം പുള്ളി സ്വന്തം കഴിവുകൊണ്ടല്ല, കർത്താവ് അവിടുന്ന് പുറത്തു കൊണ്ടുപോയി. അപ്പൊ ഓരോരുത്തരുടെയും പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടായിരുന്നു ഭരണാധിപന്മാരൊക്കെ ഇവരെ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ പത്രോസിനെ ഇങ്ങനെ ശ്രദ്ധയോടെ സൂക്ഷിച്ചതിന്റെ കാരണം, തടവറയിൽ സൂക്ഷിച്ചതിന്റെ കാരണം പത്രോസിന്റെ ഗ്രഹപാഠം ഇവർ മനസ്സിലാക്കി. ഇവൻ നേരത്തെ തടവറയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായതാ. അതുകൊണ്ടാണ് ഈ കണ്ണിമ വെട്ടിയത് പോലും ഇവര് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതുമല്ല, ഒരു കമാൻഡോയുടെ കൈ, 2 കമാൻഡോസിനെ
പത്രോസിന്റെ ഇടത്തും വലത്തും നിർത്തിയിരിക്കുക. അവരുടെ രണ്ടുപേരുടെ കരങ്ങൾ പത്രോസിന്റെ കരങ്ങളുമായിട്ട് ചങ്ങരയിട്ടിരിക്കുക. കാരണം ഇവൻ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. കണ്ണുപോലെ ഇമ വെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിന്ന് രക്ഷപ്പെട്ടത് അടുത്തിന് തടയണം, ഇനി അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മൂന്നാമത്തെ തടയണം. മൂന്നാമത്തെ പറഞ്ഞ വലിയ ഇരുമ്പ് വാതിൽ, ഒരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ തടവറയിൽ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമാൻഡോ ഓപ്പറേഷൻ പത്രോസിനെ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധി ഒരിക്കലും ലോകത്തിൽ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ പത്രോസ് അപ്പോസ്തലനെ ദൂതം വന്ന അത്രയും വലിയ അതീവ ജാഗ്രതയുള്ള കരുതലുള്ള പടയാളികളുള്ള കമാൻഡോസിനെ കൊണ്ട് കാവൽ ചെയ്യിപ്പിച്ച തടവറയിൽ നിന്ന് ദൈവം തന്നെ ദൂതനെ അയച്ച് പത്രോസിനെ ഈസി ആയിട്ട് പുറത്തു കൊണ്ടുപോകും. അപ്പോൾ there is no limit to what God can do. Praise God. ദൈവത്തിന് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് ഒരിക്കലും പരിമിതികളില്ല. ഡോണ്ട് ലിമിറ്റ് ഗാഡ്. പ്രൈസ് ഗാഡ്. ഇനി ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെ, അതാ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് രക്ഷപ്പെടാനായിട്ട് ഒരു പഴുതുമില്ലാത്ത പ്രതികൂലത്തിനകത്താകപ്പെട്ട് ഇനി ഇവിടെ നിന്ന് ആര് വിചാരിച്ചാലും ഞങ്ങൾ രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിനകത്താകപ്പെടുമ്പോഴും ഞങ്ങൾക്ക് ഒരു നിരാശയുമില്ല. കാരണം എന്താ? ഞങ്ങളെ വിളിച്ചവൻ മാത്രമല്ല, ഞങ്ങളിൽ ഈ പ്രകാശിപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷത്തിന്റെ പ്രകാശത്തിന് എന്തുണ്ട്? വചനത്തിന് എന്തില്ല? ബന്ധനമില്ല. പ്രൈസ് ഗോഡ്. ഞങ്ങളെ ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല, എവിടെയും ഒതുക്കാൻ പറ്റില്ല. കാരണം ഇത് ലോകത്തെ ജയിച്ചതാണ് ഈ സുവിശേഷം. ലോകത്തെ ജയിച്ച സുവിശേഷമാണ് കർത്താവിന്റെ സുവിശേഷം. പ്രൈസ് ഗോഡ്. അങ്ങനെ ഇനി 9ാമത്തെ വാക്യത്തിൽ ഞാൻ വെട്ടിച്ചുരുക്കി പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. 9ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഒരു അല്പം ആഴമായിട്ട് നമ്മൾ ചിന്തിക്കാൻ. എൻ്റെ ഒരു പ്രത്യേക മിഷനുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വി ആർ പെർസിക്യൂട്ടഡ് യെറ്റ് വി ആർ നോട്ട് ഫോർഗോട്ടൺ. ജീവിതത്തിൽ വളരെ ജാഗ്രതയോടെ തിരിച്ചറിയേണ്ട ഒരു മേഖലയാണ് ഉപദ്രവം എന്നും. there are two types of persecution. രണ്ട് രീതിയിലുള്ള ഉപദ്രവങ്ങളുണ്ട്. ഒന്ന് ഫിസിക്കൽ, മറ്റൊന്ന് ഇമോഷണൽ, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. നമ്മൾ ശരീരത്തിൽ കർത്താവിന് വേണ്ടി നേരിടുന്ന ഉപദ്രവമുണ്ട്. മനസ്സിൽ, നമ്മുടെ അകത്ത്, നമ്മുടെ വൈകാരികതയിൽ, നമ്മുടെ അകത്ത് നേരിടുന്ന ഉപദ്രവമുണ്ട്. നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഏറ്റവും വലിയ വേദനയുള്ളത് ശരീരത്തിലാകണം. പക്ഷെ ശരീരത്തിലേക്കുന്ന വേദന വളരെ വളരെ വേദനിക്കുന്നതാണ്, അസഹ്യനമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉപദ്രവമാണ് അകത്തുണ്ടാകുന്ന വേദന. പക്ഷെ ഇതിന് രണ്ടിന് വ്യത്യസ്ത അനുഭവങ്ങൾ, അതായത് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ രണ്ട് രീതിയിലാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ശരീരത്തിൽ അടി കൊണ്ടു കഴിഞ്ഞാൽ തല്ലുന്ന വ്യക്തിയെ നമ്മൾ പറയും, ബ്രദറെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. പക്ഷെ കർത്താവിന്റെ നിമിത്തം അകത്തൊരു തട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ, അതായത് കർത്താവിന്റെ നിമിത്തം നമ്മുടെ അകത്തൊന്ന് മുറിവേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമ്മൾ പുറത്ത് പറയാറില്ലെങ്കിലും നമ്മുടെ അകത്ത് ഏറ്റവും കൂടുതൽ കൊള്ളുന്നത് അകത്തുള്ള അടിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകോപിതരാകുന്നതും ഒരുപക്ഷെ, അതായത് നമ്മളെ തല്ലുന്ന വ്യക്തിയെ നമുക്ക്, ഇനി ഞാനതിന് എക്സാമ്പിൾ എടുത്ത് പറയട്ടെ. കർത്താവിന് നിന്നൊരു വ്യക്തിക്ക് തല്ല് കിട്ടി. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ തല്ല് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തായിരിക്കും നിങ്ങളായിരിക്കുന്നത്. പക്ഷെ കർത്താവിന് നിമിത്തം അടികിട്ടി അദ്ദേഹത്തെ കാണാനും വിളിക്കാനും പത്രത്തിൽ കൊടുക്കാനും മീഡിയ കൊടുക്കാനും എല്ലാ ആളുകളുണ്ടാകും. അവരെ കുറിച്ച് അവർക്ക് ചെയ്യാനും നിയമപരമായ സഹായം കൊടുക്കാനും അവരെ തടവറ ചെന്ന് കാണാനും രക്ഷപ്പെടുത്താനും അതിനുവേണ്ടി ചെയ്യാനൊക്കെ ഫണ്ട് റേസ് ചെയ്യാനും എല്ലാം ആളുകളുണ്ടായിരിക്കും. ഇനി ലെറ്റ്സ് അദ്ദേഹത്തിന് തല്ല് കിട്ടി, ശരീരത്തിൽ പീഡ അനുഭവിച്ചു, മുറിവേറ്റു, ആശുപത്രിയിലായി, ചെന്ന് കാണാൻ ആൾക്കാരുണ്ടാകും, സാമ്പത്തിക സഹായം കൊടുക്കാൻ ആൾക്കാരുണ്ടാകും, അവരെ രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നൊരു സാഹചര്യം വരുമ്പോൾ they will be the center of attraction on that particular Sunday. അന്ന് ഞായറാഴ്ച അവരായിരിക്കും എല്ലാവരുടെയും ഒരു നോട്ടം, എല്ലാവരുടെയും കേന്ദ്രം, ഒരു ശ്രദ്ധാകേന്ദ്രം അവരായിരിക്കും. അത് കഴിഞ്ഞാലും സഭയിൽ ആരാധനയ്ക്ക് ആദ്യം അവർ വരും. മീറ്റിംഗ് കഴിഞ്ഞാലും ഒരുപക്ഷെ അവർ അനേകരെ ജ്വലിപ്പിച്ച് നല്ല സുവിശേഷത്തിന് വേണ്ടി അനേകരെ ആഹ്വാനം ചെയ്യിച്ചു. ഒരുപക്ഷെ ചിലരെ സുവിശേഷ വേലയിലേക്ക് ഒരുപക്ഷെ അവരുടെ തീരുമാനം എത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ മീറ്റിംഗ് കഴിഞ്ഞാലും അവരെ കാണാൻ ആൾക്കാരുണ്ടാകും, അവരുടെ ടെലിഫോൺ നമ്പർ എടുക്കാൻ ആൾക്കാരുണ്ടാകും, അവർ വിളിക്കാൻ ആൾക്കാരുണ്ടാകും, അടുത്തൊരു മീറ്റിംഗ് കൊടുക്കാൻ ആൾക്കാർ, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ കർത്താവിന്റെ നിമിത്തം അകത്ത് അടിയേൽക്കുമ്പോൾ ഇങ്ങനെയൊന്നും നടക്കില്ല. ആരും ഒരുപക്ഷെ നിങ്ങൾ അറിയണമെന്നില്ല. കർത്താവിന്റെ നിമിത്തം അകത്ത് ഉപദ്രവമേൽക്കുമ്പോൾ no one might know what you are going through or who you are.
നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ കടന്നു പോകുന്ന വേദന എന്താണെന്നോ ആരും ഒരുപക്ഷെ അറിയണമെന്നില്ല. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്നുള്ളത്, കർത്താവിന്റെ നിമിത്തം ശരീരത്തിൽ ഉപദ്രവം ഏൽക്കുമ്പോൾ ഒരുപക്ഷെ സഭയിൽ ആദ്യം വരുന്ന വ്യക്തി നമ്മളായിരിക്കും, അവസാനം പോകുന്ന നമ്മളായിരിക്കും. പക്ഷെ കർത്താവിന്റെ നിമിത്തം അകത്ത് മുറിവേറ്റാൽ ഒരുപക്ഷെ സഭയിൽ ആരാധനയ്ക്ക് വന്നാൽ അതൊരു അത്ഭുതമാണ്. ഒരുപക്ഷെ വന്നാൽ പോലും മിക്കവാറും അവസാനം എത്തിയുള്ളൂ. ഞാൻ ആരും വ്യക്തിപരമായിട്ട് വരച്ചൂട്ടി പറയുകയല്ല കേട്ടോ. എനിക്ക് നിങ്ങളെ ആരും അറിയില്ല, എന്റെ ഈ സഹോദരങ്ങളല്ലാതെ വേറെ ആരും എനിക്ക് അറിയില്ല. പക്ഷെ ആരാധന കഴിയുമ്പോൾ, ആശീർവാദം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്കവാറും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ മിക്കവാറും ഫോർവേഡ് മോഡിലായിരിക്കും വണ്ടി പാർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഉടനെ സ്ഥലം വിടും. കാരണം ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ നിമിത്തം ശരീരത്തിൽ പീഡ അനുഭവിക്കുമ്പോഴും അകത്ത് പീഡ അനുഭവിക്കുമ്പോഴും രണ്ടിന്റെയും അതിന്റെ അനന്തര അനുഭവങ്ങൾ രണ്ടും രണ്ട് രീതിയിലാണ്. പക്ഷെ ഇതെല്ലാം സന്തുലിതമായിട്ട് കൊണ്ടുപോകുന്നതാണ് ക്രിസ്തീയ ജീവിത ബന്ധം. കർത്താവിന്റെ നിമിത്തം അകത്തും പുറത്തും പീഡനമേൽക്കുമ്പോഴും നമ്മുടെ മനോഭാവം ഒന്ന് തന്നെ ആയിരിക്കണം. പ്രൈസ് ഗോഡ്. ഇനി അടിയേൽക്കുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചിന്ത, കർത്താവിന്റെ നിമിത്തം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചിന്തയാണ് ഞാന് ആരും എന്നെ എല്ലാവരും മറന്നു, എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത. ഇവിടെയാണ് ഞാനത് 2-3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറയട്ടെ. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ നടുവിൽ മുഴുവനും എല്ലാവരും ഇല്ലെങ്കിലും മുൻനിര നിന്നവർ പോലും പലരും മടുപ്പ് അനുഭവിച്ചവരാണ്. Majority of the Old Testament saints, when you go to the book of Numbers chapter 11, സംഖ്യാപുസ്തകം 11-ാം അധ്യായം, 1 രാജാക്കന്മാർ 19-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം, യോനയുടെ പുസ്തകം, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് വന്നപ്പോൾ, വെല്ലുവിളി വന്നപ്പോൾ ദൈവമേ മതി എന്ന് പറഞ്ഞു, എന്നെ എടുക്കണമെന്ന് പറഞ്ഞു. പോതുമ്പാണ്ടവര് മതി കർത്താവ്, ലോർഡ് ടേക്ക് മൈ ലൈഫ്, ഐ എം നോ ബെറ്റർ ദാൻ മൈ ഫാദേഴ്സ്, കർത്താവെ എന്നെ എടുക്കണമെന്ന് പറഞ്ഞവർ. കർത്താവ് ആ സാഹചര്യത്തിൽ നിന്ന് അവരെ എടുത്തു മാറ്റിയൊന്നുമില്ല. പക്ഷെ ആ പ്രശ്നത്തിനകത്തുനിന്നും കർത്താവ് അവർക്ക് വിടുതൽ കൊടുത്തു. അവരെ പ്രാണനെയൊന്നും കർത്താവ് എടുത്തില്ല. പക്ഷെ ആ കർത്താവ് അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചിത്രം മാറുകയാണ്. അതായത് ഉൽപ്പത്തി തുടങ്ങി മലാഖി വരെ നമ്മൾ പോകുമ്പോൾ, ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകന്റെ സമയം വരെ, കർത്താവ് അതിനുശേഷമാണല്ലോ സുവിശേഷം ആരംഭിക്കുന്നത്. അപ്പോൾ പ്രതികൂലത്തിന്റെ നടുവിൽ മരണം ആഗ്രഹിച്ചത്, കർത്താവ് എന്നെ എടുക്കണം. മരണം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ഉദ്ദേശിച്ചല്ല, കർത്താവ് എന്നെ എടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് മതി കർത്താവ് എന്ന് പറഞ്ഞവർ. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു കർത്താവ് എന്ന് പറഞ്ഞവർ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, സഭയുടെ ജനനത്തിന് ശേഷം, സഭ ജനിച്ച ശേഷം ചിത്രം മാറുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മതി കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കുറിപ്പ് പോലും പുതിയ നിയമത്തിലില്ല. പ്രൈസ് ഗോഡ്. എന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കുറിപ്പ് പോലും പുതിയ നിയമത്തിലില്ല. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങൾക്ക് അതൊരു ചലഞ്ചായിട്ട് അങ്ങോട്ട് തരിക. ഇന്ന് സന്ധ്യാസമയം നിങ്ങൾക്ക് ഈ മിഷൻ ചലഞ്ച് അവസാനിക്കുമ്പോൾ ഇതൊരു ചലഞ്ചായിട്ട് അങ്ങ് ഏറ്റെടുക്കാനായിട്ട് ഞങ്ങൾക്ക് തരികയാണ്. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്നെ എടുക്കണമെന്ന് പറയുന്നതല്ല ക്രിസ്ത്യ. ഈ ഭാര്യ നിന്നെ എടുക്കണം, ഈ ഭർത്താവ് നിന്നെ എടുക്കണം, ഈ മക്കളെ നിന്നെ എടുക്കണം, ഈ മാതാപിതാക്കൾ നിന്നെ എടുക്കണം, എന്നെ അങ്ങ് എടുക്കണം, എനിക്ക് മതി കർത്താവ്. അതല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ ധാർമ്മികത എന്നുള്ളത്. എത്ര പ്രതിസന്ധിയുടെ നടുവിലും പിടിച്ചു നിൽക്കാനായിട്ട് അമിത ബലം, വീഴാതെ നിൽപ്പാൻ തക്കവണ്ണം നമുക്ക് ബലം തരുന്നതാണ് കർത്താവിന്റെ ശക്തി, സുവിശേഷത്തിന്റെ ശക്തി എന്നും. പ്രൈസ് ഗോഡ്. ഇനി എന്തുകൊണ്ടാ പഴയ നിയമ ഭക്തന്മാര് മടുപ്പ് പറഞ്ഞു നോക്കി? അവർക്ക് പ്രശ്നത്തിൽ നോക്കാനായിട്ട് ഒരു റോൾ മോഡൽ ഇല്ലായിരുന്നു, ഒരു മാതൃകാ വ്യക്തിത്വം ഇല്ലായിരുന്നു. പക്ഷെ പുതിയ നിയമ ഭക്തന്മാർ മടുത്തു പോകരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എബ്രായർ 12:3 പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ച കർത്താവിനെ ധ്യാനിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം, നമുക്ക് എത്ര പ്രശ്നത്തിന് നടുവിലും നമുക്ക് നോക്കാനായിട്ട് ഏക റോൾ മോഡൽ എന്നുള്ളത് യേശു കർത്താവാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, ഒരുപക്ഷെ ഒറ്റപ്പെട്ടുവെന്നും ദൈവം തള്ളി എന്നൊക്കെ ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഈവൻ ദ ഡെവിൾ വിൽ ബിഗിൻ ടു വിസ്പർ ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഗോഡ് ഹാസ് ഫോർഗോട്ടൺ യു. ഒരുപക്ഷെ കേൾക്കുമ്പോൾ ലോജിക്കായിട്ട് തോന്നും. പൗലോസ് തടവറയിൽ കിടക്കുക, പൗലോസിനോട് പിശാച് പറയുകയാണ്, നീ പ്രസംഗിക്കുന്ന യേശു തടവുകാർക്ക് വിടുതൽ കൊടുക്കുന്നവനും ബദ്ധന്മാരെ വിടുവിക്കുന്നതിനും, പക്ഷെ നീ എന്തുകൊണ്ടാ പൗലോസ് ഇത്രയും വർഷമായി തടവറയിൽ കിടക്കുന്നു? കേൾക്കുമ്പോൾ ലോജിക്കായിട്ട് തോന്നും. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയും, ഞങ്ങൾ ഉപദ്രവിക്കപ്പെട്ടിട്ട് പോലും ഒറ്റ പ്രാവശ്യം പോലും ദൈവം ഞങ്ങളെ കൈവിട്ടു എന്ന ചിന്ത ഞങ്ങളെ ഭരിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്.
നാലാമത്തത് 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾ വീണ് കിടക്കുന്നവർ, വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സാധാരണ പറയുന്ന ഒരു വീഴ്ചയെ കുറിച്ചല്ല. വി ആർ കാസ്റ്റ് ഡൗൺ എന്ന്. അതായത് തടവര കിടക്കുന്നവരൊക്കെ പുറത്തു കൊണ്ടുവന്ന് പടയാളികൾ ഓരോരുത്തരെല്ലാം ഈ ഓരോ പ്രത്യേക തൂണിനോട് ചേർത്ത് കെട്ടിയിട്ട് അടിക്കുന്ന ഒരു രംഗമുണ്ട്. അതത് ഭാഗമായി. പിന്നെ അടി എന്ന് പറഞ്ഞാൽ 1-2 ചാട്ടയടിയല്ല. സാധാരണ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40. അതാ പൗലോസ് പറഞ്ഞ് ഒന്ന് കുറയെ 40 അടി പല പ്രാവശ്യം താൻ അനുഭവിച്ചു എന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ തടവറയിൽ കിടക്കുന്നവരെ കൊണ്ടുപോയി ഇന്റരീം പെർസിക്യൂഷൻ ഉണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ അടിക്കുന്ന ഒരു രംഗമുണ്ട്. അല്ല, വെറുതെ അല്ല. അപ്പൊ ഇവരെ കൊണ്ട് അടിക്കുമ്പോൾ 40 പ്രാവശ്യം അടിക്കുകയാണ്. അന്നത്തെ തിരികനുസരിച്ച് ഒന്ന് കുറേ 40, 39 പ്രാവശ്യം അടിക്കുകയാണ്. അപ്പൊ ഈ അടിക്കുമ്പോൾ സാധാരണ അടി ഏൽക്കുമ്പോൾ നല്ലൊരു ശതമാനം പേരും 1-2 അടി ഏൽക്കുമ്പോഴത്തേക്ക് താഴെ വീണു പോകും. പക്ഷെ താൻ പറയാണ്, ഞങ്ങൾ അടിയേറ്റ് മറ്റുള്ളവരെ പോലെ നിലത്ത് വീഴുന്നുണ്ട്. പക്ഷെ വീണ് കിടക്കുന്ന പലർക്കും എഴുന്നേക്കാൻ പറ്റാതിരിക്കുമ്പോൾ അടിയേറ്റ് ഞങ്ങൾ വീണിട്ട് പിന്നെ എഴുന്നേറ്റ് വരിക. പ്രൈസ് ഗോഡ്. ഞങ്ങളെ തല്ലിയവർ പോലും, ഞങ്ങൾ അടിച്ച് വീഴ്ചവർ പോലും അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഇവന് പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നതെന്നാണ്. കല്ലെറിഞ്ഞ് ചത്തു എന്ന് വിചാരിച്ചിട്ടെറിഞ്ഞു പോയിട്ടും പിന്നെയും അതിന്റെ നടുവിൽ നിന്നും എഴുന്നേറ്റ് പോവുക. മരിച്ചു എന്ന് വിചാരിച്ചെന്ന് പിന്നെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു. അതായത് ഈവൺ വി ബിക്കം എ സർപ്രൈസ് ടു അവർ പെർസിക്യൂട്ടേഴ്സ്. ഞങ്ങൾ അടിക്കുന്നവർക്ക് പോലും ഞങ്ങളൊരു അത്ഭുതമായിട്ടാണ്. എങ്ങനെയാണ്? നമുക്കറിയാം രഹസ്യം എന്നുള്ളത് സുവിശേഷത്തിന്റെ മഹത്വമാണ്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഇന്ന് രാത്രി നമ്മളുടെ മനോഭാവം നമ്മളൊന്ന് മാറ്റണം. പ്രശ്നങ്ങളോടുള്ള, പ്രതികൂലങ്ങളോടുള്ള ഒരുപക്ഷെ നിരാശ തോന്നുന്ന, മടുപ്പ് തോന്നുന്ന സാഹചര്യങ്ങൾ, വാതിലുകൾ മുഴുവൻ അടഞ്ഞു എന്ന് തോന്നുന്ന സാഹചര്യം വരുമ്പോൾ, മുന്നിൽ ഇനി ഒരു വഴിയുമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ലുക്ക് അറ്റ് ജീസസ്. കർത്താവിലേക്ക് നോക്കാം. അവന്റെ മുഖം കണ്ടവരാരും നശിച്ചു പോയിട്ടില്ല. അവന്റെ ശബ്ദം കേട്ടിറങ്ങിയവരാരും ഒരിക്കലും ലജ്ജിച്ചു പോയ ചരിത്രമില്ല. വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ ആരംഭിക്കുന്നവൻ മാത്രമല്ല, ഭംഗിയായി പൂർത്തീകരിക്കുന്നവനാണ്. 1 തെസ്സലോനിക്കർ 5:24 പറയാൻ, God who calls you is faithful, he will do it. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കുന്ന ദൈവം. And may it be so in your life. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അങ്ങനെ തന്നെ ആകട്ടെ. ഉൾപ്പെട്ടിരിക്കുന്ന സഭയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന നിയോഗത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ നിങ്ങളെ കർത്താവ് അയക്കുന്നിടത്തെല്ലാം കർത്താവിന് വേണ്ടി ശോഭിപ്പാനായിട്ട്, യേശുവിന്റെ സൗരഭ്യം അടക്കുന്നവരായി ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.